നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ, ഓറൽ ഡയഗ്നോസ്റ്റീഷ്യൻ ആൻഡ് മാക്സിലോഫേഷ്യൽ റേഡിയോളജിസ്റ്റ്. ഇന്ന് ഞാൻ ഡയഗ്നോസ്റ്റിക് എക്സ്റേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് 4 തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് എക്സ്റേസ് ആണ് കോമൺലി യൂസ് ചെയ്യപ്പെടുന്നത്. എക്സ്റേസ് കേൾക്കുമ്പോൾ തന്നെ പേഷ്യൻസ് ഓടി രക്ഷപ്പെടും. ഞങ്ങൾക്ക് ക്യാൻസർ വന്നാലോ റേഡിയേഷൻ അടിച്ചിട്ട് മറ്റ് അസുഖങ്ങൾ വന്നാലോ എന്നുള്ള ഭയമാണ് ഇതിന്റെ പിന്നിൽ. 4 തരത്തിലുള്ള എക്സ്റേസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് റേഡിയോ വിഷ്യോഗ്രഫിയാണ്. പണ്ട് ഫിലിംസിനെ കൊണ്ടാണ് എക്സ്റേസ് എടുത്തിരുന്നതെങ്കിൽ ഇന്ന് റേഡിയോ വിഷ്യോഗ്രഫി ഉപയോഗിച്ചിട്ടാണ് എക്സ്റേസ് എടുക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. ഒരു സെൻസർ ഉണ്ടാകും. ആ സെൻസർ നമ്മുടെ വായ്ക്കകത്തേക്ക് വെക്കും. അത് ഒരു എക്സ്റേ യൂണിറ്റ് ഉപയോഗിച്ച് എക്സ്പോസ് ചെയ്യും. ഈ ഫൈനൽ റിസൾട്ട് വരുന്നത് ഒരു കമ്പ്യൂട്ടറിലാണ്. ഇതിന് 3 ഗുണമുണ്ട്. ഒന്ന്, ഡോസേജ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ റേഡിയേഷൻ എക്സ്പോഷർ വളരെ കുറവാണ്. നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ കിട്ടുന്ന എക്സ്റേ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനും ഒരു പെൻഡ്രൈവിൽ നമുക്ക് തന്നെ അത് കോപ്പി ചെയ്ത് കൊണ്ടുപോകാനും എല്ലാം സാധിക്കും. മാത്രമല്ല, ഫിലിംസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും എടുക്കാനും സാധിക്കും. ഇനി നിങ്ങളുടെ സംശയം എനിക്കറിയാം, ഇതിങ്ങനെ എടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അസുഖങ്ങൾ വരില്ലേ എന്നുള്ളതല്ലേ. ഒരു എക്സ്റേ അല്ലെങ്കിൽ 4 എക്സ്റേ വരെ നിങ്ങൾക്ക് സുഖമായി എടുക്കാം. ഒരു 8 to 10 മൈക്രോ സിവററ്റ് മാത്രമേ ഇതിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നുള്ളൂ, എഫക്റ്റീവ് ഡോസ് ആയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ദിവസം മുഴുവനും, ഒരു ദിവസത്തിന് പകുതി മുഴുവനും നിങ്ങൾ പല രീതിയിലും റേഡിയേഷൻ, നാച്ചുറൽ റേഡിയേഷന് എക്സ്പോഷർ ആവുന്നതിന് തുല്യമാണ് അതെന്ന് പറയുന്നത്. ഇതാണ് റേഡിയോ വിഷ്യോഗ്രഫി. ഇപ്പൊ ക്ലിനിക്കുകളിലെല്ലാം, പ്രത്യേകിച്ച് ഡെന്റൽ ക്ലിനിക്കുകളിലെല്ലാം യൂസ് ചെയ്യുന്നത് ഈ റേഡിയോ വിഷ്യോഗ്രഫി എന്നുള്ള സാധനമാണ്. ഇനി ഇത് ഉപയോഗിക്കുന്നത്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല്ലിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഒരു പല്ലും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ല്, ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്, അതിന്റെ ചുറ്റുഭാഗമുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഡെന്റിസ്റ്റ് പറയും, പോയി OPG എടുത്തിട്ട് വരൂ, അല്ലെങ്കിൽ പനോരമിക് റേഡിയോഗ്രാഫ് എടുത്തിട്ട് വരൂ എന്നുള്ളത്. ഇത് വേറൊരു ടെക്നിക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ്ഡ് വ്യൂവിന് വേണ്ടിയിട്ടാണ് ഈ പനോരമിക് റേഡിയോഗ്രാഫ് എടുക്കണം, OPG എടുക്കണം എന്ന് പറയുന്നത്. അതൊരു മെഷീൻ ഉപയോഗിച്ച് പുറത്തുള്ള എക്സ്റേ സെന്റേഴ്സിലാണ് കാര്യമായി എടുക്കുന്നത്. ഇത് എന്തിനെടുക്കുന്നു എന്നുള്ളത്, നമ്മൾ റേഡിയോ വിഷ്യോഗ്രഫി ഒരു ക്ലിനിക്കിൽ നിന്ന് എടുക്കുന്നത് ഒരു പല്ലോ 2 പല്ലോ അതിന് ചുറ്റുമുള്ള എല്ലുകളും അതിന് ചുറ്റുമുള്ള പ്രശ്നങ്ങളും കാണാനാണെങ്കിൽ ഒരു ജനറലൈസ്ഡ് ആയിട്ട് മുകളിലത്തെയും താഴത്തെയും പല്ലുകളും അതിനോട് ബന്ധപ്പെട്ട എല്ലിന്റെ ഭാഗങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ്, അതിലുള്ള ചേഞ്ചസും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനോരമിക് റേഡിയോഗ്രാഫ് അല്ലെങ്കിൽ OPG എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അദ്ദേഹം പുറത്തു പോയി എക്സ്റേ എടുക്കണം, അതൊരു വലിയ എക്സ്റേ ആണ്, താഴത്തെയും മുകളിലത്തെയും മോണ മുഴുവൻ കാണണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, ആ എക്സ്റേ എടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ഡോസ് 20 മൈക്രോ സിഗരറ്റ് ആണ്. അതും നിങ്ങൾക്ക് ഒരു മൊത്തം ദിവസം പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതിന്റെ പകുതി പോലുമുള്ള റേഡിയേഷൻ ആവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 3ാമത് നമ്മൾ എടുക്കുന്നതാണ് സെഫലോഗ്രാം ഓർ സെഫലോമെട്രി എന്ന് പറയുന്ന ഒരു റേഡിയോഗ്രാഫ്. ഈ സെഫലോമെട്രിക് റേഡിയോഗ്രാഫ് അത് കൂടുതലും എടുക്കുന്നത് പല്ലിന് കമ്പി ഇടുക, ക്ലിപ്പ് ഇടുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് മുകളിലും താഴെയുമുള്ള പല്ലിന്റെ ഘടന, അത് ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ഘടനയും പിന്നീട് ഈ പല്ല് നന്നാക്കി ക്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ വരും എന്ന് മനസ്സിലാക്കാനുള്ള കാര്യത്തിനും വേണ്ടിയിട്ടാണ് സെഫലോഗ്രാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള 3 കോമൺ ടെക്നിക്സ് ഇപ്പോൾ ഉണ്ടെങ്കിലും ഏറ്റവും ന്യൂനതയിൽ അല്ലെങ്കിൽ ഏറ്റവും പുതുതായി നിൽക്കുന്ന ഒരു ടെക്നിക്കാണ് CBCT അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് കോൺ ബീം കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. പലരും ഭയത്തോടു കൂടി അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യമാണിത്. പലപ്പോഴും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ CBCT എടുക്കണം എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്ക് പേടിയാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ടെക്നിക്ക്? പൈസയും കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇതെന്താണ് ഈ സാധനം? പുറത്തുനിന്ന് മാത്രം എടുക്കാൻ പറയുന്നു. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CT പോലെ 3 ഫിലിമുകളും അതിൻ്റെ കൂടെ ഒരു CD-യും റിപ്പോർട്ടും എല്ലാം നമുക്ക് കിട്ടുന്നു. ഇതിന്റെ റിപ്പോർട്ടിങ്ങിന് തന്നെ സമയം എടുക്കുന്നു. അപ്പൊ ഇതിനെ പറ്റി ഒരു അറിവ് എന്നുള്ള നിലയിൽ ഇതൊരു പുതിയ മെത്തേഡാണ്. നമ്മുടെ ഡെന്റിസ്ട്രിയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ടെക്നിക്കൽ, റേഡിയോഗ്രാഫിക് ടെക്നിക്കൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ബോൺ ഡെൻസിറ്റിയും ബോണിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് CT എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആയിരുന്നു.
അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പല്ലും അതിന് ചുറ്റുപാടുമുള്ള എല്ലിന്റെ ഭാഗം, ഇത് ഓറോഫേഷ്യൽ റീജിയൻ എന്നാണ് പറയുന്നത്. ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ CT അയക്കുന്നു. ഒരു മെഡിക്കൽ CT എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടുതലാണ്. അതിന്റെ കൂടെ തന്നെ ഈ മെഡിക്കൽ CT എടുക്കാൻ നല്ലൊരു ഭാഗം റേഡിയേഷൻ ഈ തലയുടെ ഭാഗത്തേക്ക് അടിച്ചു പിടിക്കണം. ഇതിന്റെ റിസൾട്ട് കിട്ടാൻ നമ്മൾ ദിവസങ്ങളോളം കാത്തു നിൽക്കണം. ഇതിന്റെ പണവും അധികമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോൺ ബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് വെച്ചാൽ ഓറോഫേഷ്യൽ റീജിയൻ, നമ്മുടെ ഈ ഫ്രണ്ടൽ ബോൺ എന്ന് പറയുന്ന സ്ഥലം തൊട്ട് സെക്കൻഡ് സെർവൈക്കൽ വെർട്ടിബ്രേ വരെ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്, പ്ലസ് ആക്സസ് എന്ന് പറയുന്ന ബോൺസിന്റെ അവിടെ വരെ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കണ്ടുപിടിക്കപ്പെട്ടത്. ഇതിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് CT പോലെ തന്നെയാണ്, എങ്കിലും വളരെ എളുപ്പം എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞ് ഒരു ഭാഗത്ത് സെൻസറും ഒരു ഭാഗത്ത് എക്സ്റേ യൂണിറ്റും ഉണ്ടാവും. ഒരൊറ്റ പീരീഡ് അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ എല്ലാ തരത്തിലുള്ള സ്ലൈസസും വരുന്നു. എങ്ങനെയുള്ള സ്ലൈസസ്? ഒന്ന് സജൈറ്റൽ സ്ലൈസസ്, ഒന്ന് ആക്സിയൽ സ്ലൈസസ്, ഒന്ന് കൊറോണൽ സ്ലൈസസ്. അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഓരോ പേശിയുടെയും ഡെപ്ത്, വോളിയം, അതാണ് ആ സ്ലൈസസിൽ കാണിക്കുന്നത്. ഓരോ പേശിക്കും സംഭവിച്ച അല്ലെങ്കിൽ ഓരോ ബോണിനും സംഭവിച്ച ഏറ്റവും ചെറിയ മാറ്റങ്ങൾ വരെ എന്തിൽ കാണുന്നു എന്നുള്ളതാണ് കോൺ ബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫിയിൽ കാണുന്നത്. ഇത് ഒരു പല്ലിന് വേണ്ടി എടുക്കാം, സൈനസിന് വേണ്ടി മാത്രം എടുക്കാം, ഒരു പല്ലിന്റെ ഒരു മോണ മാത്രമായിട്ട് എടുക്കാം, 2 മോണകളും കൂടി എടുക്കാം, ആക്സിഡൻസ് വന്നാൽ എടുക്കാം. മൊത്തം ഇനി എല്ലിന്റെ ഭാഗങ്ങൾ വേണമെങ്കിൽ മുഖത്ത് അത് മുഴുവനായിട്ട് കോൺ ബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫിയിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് അത് എടുക്കാൻ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംപ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഡെന്റൽ ക്ലിനിക്സിൽ. പക്ഷെ എല്ലാ ആവശ്യങ്ങൾക്കും, ഈവൻ റൂട്ട് കനാലിന് ഓരോരോ റൂട്ട് കനാലും പ്രത്യേകം കാണാൻ വേണ്ടി പോലും ഈ കോൺ ബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ പിന്നെ ആലോചിക്കുന്നത് ഇത് കുറച്ച് വലുതല്ലേ, അപ്പം എക്സ്പോഷർ കൂടില്ലേ, ഇതൊരു ടെക്നിക്ക് നമ്മൾ പറയല്ലേ ചെയ്യുന്നത് എന്നല്ല. ഇത് എന്നും എടുക്കില്ല, അതുപോലെ എല്ലാ കാര്യത്തിനും എടുക്കില്ല. ആവശ്യത്തിനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് മെഷറായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഭയക്കേണ്ടതില്ല. കാര്യം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഏപ്രിൽ 24 നാഷണൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി ഡേ ആണ്. റേഡിയോഗ്രാഫിക് ടെക്നിക്സ് ഏറ്റവും കൂടുതൽ എല്ലാ ക്ലിനിക്സിലും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കപ്പെടുന്നവയാണ്. ഇതിനെ ഒരു പൊതുജനം ഭയക്കേണ്ടതില്ല. ഇതുകൊണ്ട് ആർക്കും ക്യാൻസർ വരികയോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇത് എന്ന് നമുക്കൊരു ബോധമുണ്ടാകണം.